നമസ്കാരം. നരേന്ദ്രമോദി 3-ന് ശനിയാഴ്ച ആരംഭം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച വൈകിട്ട് നടക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിന് മുൻപ് രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി. ഈ ഒരു പാർലമെൻറ്റിൽ നിന്ന് രാജിവെച്ച് പുതിയ സർക്കാരുണ്ടാക്കാനുള്ള നീക്കത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു നടപടിയാണ് ഇത് എന്ന് വിലയിരുത്തപ്പെടുന്നു. രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സർക്കാരുണ്ടാക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും BJP ആസ്ഥാനത്ത് പൂർത്തിയായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ മാസം 9 വരെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശകർക്ക് പ്രവേശനത്തിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. നേരത്തെ ഞായറാഴ്ച സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനായിരുന്നു BJP ആലോചിച്ചിരുന്നത്. എന്നാൽ NDAയ്ക്കൊപ്പമുള്ള JDUവിനെയും TDPയെയും മുന്നണിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ദിവസം മുൻപേ സത്യപ്രതിജ്ഞ നടത്തുന്നത് എന്നാണ് സൂചന. ഇന്ന് വൈകിട്ട് ചേരുന്ന NDA പ്രത്യേക യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് അംഗീകരിക്കും. തുടർന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ കത്ത് സഹിതം രാഷ്ട്രപതിക്ക് കൈമാറാനാണ് BJP ആലോചിക്കുന്നത്. ഇതിനായി JDU, TDP എന്നിവരിൽ നിന്ന് പിന്തുണ കത്ത് ലഭിക്കാൻ BJP ശ്രമം ശക്തമാക്കിയിട്ടുണ്ട്. NDAയ്ക്കൊപ്പമാണെന്ന് TDP നേതാവ് ചന്ദ്രബാബു നായിഡു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നിതീഷ് കുമാർ സർക്കാർ രൂപീകരണത്തിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ശരിയായ രീതിയിൽ നോക്കുകയാണെങ്കിൽ NDAയുടെ ഭാഗം തന്നെയാണ് JDUവും. എന്നാലും അത് ഔദ്യോഗികമായി ഇതുവരെ നിതീഷ് കുമാർ വ്യക്തമാക്കാത്തത് ചെറിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട്. എന്നാലും ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് ഒരു സർക്കാരുണ്ടാക്കാനുള്ള ശ്രമത്തിന് നിതീഷ് കുമാർ മുതിരില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഡൽഹിയിലെത്തിയ നിതീഷ് കുമാർ സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് പറഞ്ഞത്. മാത്രമല്ല, 2 ദിവസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അതുപോലെ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുമായും മുതിർന്ന BJP നേതാക്കളുമായി നിതീഷ് കുമാർ ദീർഘനേരം ചർച്ച നടത്തിയിരുന്നു. പക്ഷേ JDU ഈ ചർച്ച നടത്തിയ കാര്യമൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല. എന്തോ ചികിത്സയുടെ ഭാഗമായിട്ടാണ് JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ഡൽഹിയിലെത്തിയത് എന്നാണ് JDU നൽകിയ വിശദീകരണം. എന്നാൽ ആരുടെ സർക്കാർ എന്ന് വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ നിതീഷ് കുമാർ എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാണ് കരുതുന്നത്. കൂടുതൽ സ്ഥാനമാനങ്ങൾക്കായി 2 പാർട്ടികളും BJPക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത്രമാത്രം സമ്മർദ്ദം ശക്തമാക്കേണ്ട കാര്യമൊന്നുമില്ല. BJPക്ക് ശക്തമായി തന്നെ നിലകൊള്ളാനുള്ള സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ 2 പാർട്ടികളെയും അങ്ങനെ അവർ പറയുന്നത് അതേപടി അനുസരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആന്ധ്രാപ്രദേശിനും ബീഹാറിനുമൊക്കെ പ്രത്യേക പദവി, കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ, സ്പീക്കർ പദവി തുടങ്ങിയ വിലപേശലുകളാണ് നടത്തുന്നത് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ 17ാം ലോക്സഭ പിരിച്ചുവിടാൻ കേന്ദ്രമന്ത്രിസഭ ശുപാർശ ചെയ്തു. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ അവസാന യോഗമാണ് ഈ തീരുമാനമെടുത്തത്. അതേസമയം കേന്ദ്ര സർക്കാർ രൂപീകരണം അടക്കമുള്ള വിഷയത്തിൽ തുടർ നടപടിക്കായി ആലോചനാ യോഗം ചേരാൻ ഇന്ത്യ മുന്നണി ഇന്ന് ഡൽഹിയിൽ കൂടിച്ചേരുന്നുണ്ട്. വൈകിട്ട് 6 മണിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം നടക്കുക. സർക്കാരുണ്ടാക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ മുന്നണിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. നിതീഷ് കുമാറിനെയും അതുപോലെ ചന്ദ്രബാബു നായിഡുവിനെയും ഒപ്പം നിർത്തിയാലും പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു സർക്കാർ ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് മുന്നിലുണ്ട്. ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടാണ് ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു ആലോചനയും ശ്രമങ്ങളുമൊക്കെ നടക്കുന്നത്. പിന്നെ NDAയിൽ നിന്ന് മറ്റേതെങ്കിലും ഘടകകക്ഷികളെ അടർത്തി മാറ്റാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ശനിയാഴ്ച നരേന്ദ്രമോദി 3ാമതും സത്യപ്രതിജ്ഞ ചെയ്യും, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്.